ശ്രീ ജേക്കബ് ജോർജ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വടക്കേ ഇന്ത്യയിൽ സർവ്വസാധാരണമായ ഒരു കാര്യമാണ് ഈ വരിവരിയായി നിന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ BJP-യിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP നേരത്തെ പരീക്ഷിച്ചത് സിനിമാ താരങ്ങളെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് പാർട്ടിയിൽ ചേർത്ത് കഴിയുമ്പോൾ കേരളത്തിലാകെ BJP-ക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല എന്നൊരു തിരിച്ചറിവിലാണോ ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് മാറുന്നത്? പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളുടെ മക്കളെ തന്നെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്. അതെ, കരുണാകരന്റെ മകളും ആന്റണിയുടെ മകനും BJP-യിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് ഒരു പ്രതിച്ഛായയെ ബാധിക്കും. BJP-ക്ക് അത് ബൂസ്റ്റ് നൽകുകയും ചെയ്യും. പക്ഷേ BJP-യുടെ ഒരു ഇല്ലായ്മ, ദാരിദ്ര്യം എന്ന് ഞാൻ പറയുന്നില്ല. BJP-യുടെ ഒരു പ്രശ്നം, അതിനൊരു പൈതൃകമില്ല. ആ പൈതൃകമില്ലാത്തതിനാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു വലിയ പ്രതിമ വെച്ചിട്ട് 14,000 കോടി രൂപയാണ് ചിലവാക്കിയത്. ആ പ്രതിമയ്ക്ക് ചൈനയിലാണ് ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. ഒരു വലിയ പ്രതിമ നിർമ്മിച്ച് എന്തിനാ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന സ്വാതന്ത്ര്യ സമര സേനാനി, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, കോൺഗ്രസിന്റെ ഉരുക്കു മനുഷ്യൻ, കോൺഗ്രസിന്റെ തന്നെ പൈതൃകമായ പട്ടേലിനെ തങ്ങളുടെ പൈതൃകമാക്കി മാറ്റാനാണ് BJP ശ്രമിച്ചത്. ഇപ്പോൾ BJP-ക്ക് കേരളം ഒന്ന് പിടിക്കണം. അതിനുവേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ, അവരുടെ നേതാക്കളെ കൊണ്ട് പറ്റാത്തത് കൊണ്ട്, അവരുടെ നേതാക്കൾക്ക് കേരളത്തിലെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പൊ നോക്കിക്കേ, ഇതുവരെ ലോക്സഭയിലേക്ക് കാലുകുത്താൻ കേരളത്തിലെ ഒരു BJP-ക്കാരനും കഴിഞ്ഞിട്ടില്ല. വി മുരളീധരൻ കേന്ദ്രമന്ത്രി ആയത് മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തിയാണ്. അപ്പൊ ഇപ്പൊ മോഡി പറഞ്ഞിരിക്കുന്നു, അതേപോലെ രാജീവ് ചന്ദ്രശേഖറോടും പറഞ്ഞിരിക്കുന്നു,